പിതാവിനും പുത്രനും പരിശുദ്ധാരൂപിക്കും നാമത്തിൽ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനമായി വീണ്ടും വരാൻ സാധിക്കുന്നതിന് അല്ലെങ്കിൽ സാധിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം റോമ 8-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവന്റെ അഭീഷ്ടപ്രകാരം. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നുചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എല്ലാം നശ്വരമാണ്. അതിനൊരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിയുമ്പോൾ അത് ഇല്ലാതാകുന്നു. മനുഷ്യ ജീവിതവും പുൽക്കൊടിക്ക് തുല്യം. അതിൻ്റെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഇല്ലാതാകുന്നു. ലോകം പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുക പോലുമില്ല. ഈ ഒരു ഭയം മനുഷ്യനെ നിരാശയിലേക്കും ഒരുതരം ഹെൽപ്ലെസ്നെസ്സിലേക്കും ഒക്കെ നയിക്കുന്നു. അതിൽ നിന്ന് കർത്താവ് നമുക്ക് വിടുതൽ നൽകുന്നു. അതാണ് പറയുന്നത്, സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നുചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ ശരീരം ജഡികം, നശ്വരം, ആത്മാവാണ് അനശ്വരമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവാണ്. ആത്മാവിന് നിത്യജീവനുണ്ട് എന്ന പ്രത്യാശ നമ്മെ മുന്നിലേക്ക് നയിക്കുന്നു. ഇത് നമ്മൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ, നിത്യജീവൻ ഇല്ല എന്നൊരവസ്ഥയെക്കുറിച്ച്, കർത്താവില്ല, മരണാനന്തര ജീവിതമില്ല, നിത്യജീവനില്ല എന്ന ഒരു ചിന്തയിൽ ജീവിക്കുന്നവൻ എത്രമാത്രം ഭീതിയിലായിരിക്കും, എത്രമാത്രം നിരാശയിലായിരിക്കും അവൻ്റെ
ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രായമാകും തോറും അവന് അങ്ങനെയുള്ളവർക്ക് നിരാശ കൂടി കൂടി വരും. കർത്താവിനെ അറിയുന്നവർക്ക്, കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യജീവനിൽ വിശ്വസിക്കുന്നവർക്ക്, ആത്മാവിൽ വിശ്വസിക്കുന്നവർക്ക്, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവർക്ക് എത്ര പ്രത്യാശയോടെയാണ് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പലതിൻ്റെയും ഒരു മഹത്വം നമ്മൾ അറിയുന്നത് അതില്ലാതെ വരുമ്പോഴാണ്. നമുക്ക് പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ കൊടിയ നിരാശയിലേക്ക് നമ്മൾ വീണു പോകും. അവിടെയാണ് ക്രിസ്തു നമ്മളെ രക്ഷിക്കുന്നത്, ക്രിസ്തു പ്രത്യാശയുമായി വരുന്നത്. മരണാനന്തര ജീവിതം നിങ്ങൾക്ക് വസതിയൊരുക്കുവാൻ ഞാൻ മുന്നേ പോകുന്നു. ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ ഞാൻ അയക്കും. സഹായകൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ധൈര്യപൂർവം നിങ്ങൾ എന്നെ പിന്തുടരും. അപ്രകാരം നിങ്ങൾ പരിശുദ്ധി ഉള്ളവരാകും. അങ്ങനെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അർഹരാകും. മരണാനന്തരം നിങ്ങൾ എന്നെ കാണും. നമ്മൾ പിതാവിനോടൊത്ത് സ്വർഗരാജ്യത്തിൽ വസിക്കും എന്ന ആ പ്രോമിസ് എത്രമാത്രം പ്രത്യാശ നൽകുന്നതാണ്. വീണ്ടും 35-ാം വാക്യം മുതൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം കൈവരിക്കുന്നു. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മളെല്ലാം ഒരുതരം അസ്വസ്ഥതകളിലാണ്, അല്ലേ? പ്രകൃതി ദുരന്തങ്ങളും അങ്ങനെ. ഇന്നൊക്കെ ഞാൻ ഒരു ഫ്യൂണറലിനൊക്കെ പോയിരുന്നു. ഏക മകൻ ഒരു 27-28 വയസ്സിനുള്ളിൽ മരണപ്പെട്ട ഏക മകൻ്റെ 1-ാം ചരമവാർഷികത്തിനൊക്കെ പോയിട്ട് അമ്മയുടെ സങ്കടം, ഇതെല്ലാം വളരെ ഞാൻ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ആകുലപ്പെടാനുള്ള അവസരങ്ങൾ മാത്രം. ഒന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കുവാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല എന്നുള്ള ഒരവസ്ഥയാണ്. ഒരു ചെറിയൊരു പ്രകൃതി ദുരന്തം, ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മളെല്ലാം ഇത്ര വിലപിക്കുന്നു. അപ്പോൾ ഇതിലും വലിയ അപകടങ്ങളൊക്കെ, ഇപ്പോൾ ഒരു ഡാം കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. 250 വർഷമൊക്കെ പഴക്കമുള്ള ഡാം അങ്ങനെ നിന്നിട്ടും ഒരു രാഷ്ട്രീയക്കാരും ജനങ്ങളെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങാത്ത ഒരവസ്ഥയാണ്. ജനങ്ങൾ വെറുതെ വെട്ടാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ അവരെ രക്ഷിക്കാൻ ആരുമില്ല. കർത്താവിൽ മാത്രമാണ് നമുക്ക് തുണ. അപ്പോൾ അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥ ഈ ആടുകളിൽ നിന്ന് അധികം വ്യത്യസ്തമൊന്നും അല്ല ഇന്നത്തെ ലോകത്തിൽ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അപ്പോൾ അവനിൽ മാത്രമാണ് നമുക്ക് രക്ഷ, കർത്താവിൽ മാത്രമാണ് നമുക്ക് രക്ഷ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, അൺകണ്ടീഷണൽ ലവ്
നല്ല ഇടയൻ കർത്താവ് മാത്രം. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. കാരണം നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിക്കും. നമ്മൾ മരിച്ചാൽ നമ്മൾ കർത്താവിനെ കാണും. ആ ഒരു പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വീണ്ടും റോമ 8:37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഒന്നിനും നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന ഉറപ്പ്, അത് മാത്രമാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ള ഉറപ്പ്. കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നു, നീ ഈ ലോകത്തിലെ ഒന്നിലും നീ ആശ്രയിക്കണ്ട, എന്നിൽ മാത്രം ആശ്രയിക്കുക. പിന്നെ പറയും വെളിപാട് 1:17, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും. സർവവും സൃഷ്ടിച്ചവൻ, സമസ്തവും ഭരിക്കുന്നവൻ, എല്ലാത്തിൻ്റെയും അധികാരി. അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമുക്കവനെ ആരാധിക്കാം, നമുക്കവനെ സ്തുതിക്കാം, നമുക്കവനെ സ്നേഹിക്കാം, നമുക്കവനോട് കൃതജ്ഞത ഉള്ളവരായി ജീവിക്കാം. അവൻ പറഞ്ഞ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം. ജീവിച്ചാലും മരിച്ചാലും നാം അവൻ്റേതാണ്. പിന്നെ എന്തിന് നമ്മൾ വ്യാകുലപ്പെടണം? അപ്പോൾ ഒട്ടും സമയം കളയാതെ പശ്ചാത്തപിച്ച് വചനാധിഷ്ഠിതമായ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയും ധൈര്യവും എല്ലാം കർത്താവ് നമുക്ക് നൽകട്ടെ. അപ്രകാരം ഈ പ്രക്ഷുബ്ധമായ ലോകത്തിൽ ഭയം കൂടാതെ പ്രത്യാശയിലും സന്തോഷത്തിലും ആനന്ദത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രത്യാശയോടെ മുന്നിലോട്ട് നോക്കാൻ നമ്മുടെ ആബാ പിതാവുണ്ട്. നമ്മൾ എത്ര ഭാഗ്യവാന്മാർ! ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.